Hello dears, welcome to the class. Today we are going to discuss about our textbook activities. Okay, let's start our class. Which is longer? ഏതാണ് നീളമുള്ളത്? Color these using different colors. Same color for those of the same length. പല പല നിറങ്ങൾ ഉപയോഗിച്ച് ഇവ നിറം കൊടുക്കുക. ഒരേ നീളമുള്ളതിന് ഒരേ കളർ കൊടുക്കുക. ലെങ്ത് കൂടുതലുള്ളത് നാലാമത്തേതിനാണ്. എത്രയുണ്ട്? 8. ലെങ്ത് കുറവുള്ളത് അഞ്ചാമത്തേതാണ്. എത്രയുണ്ട്? 2. ഇനി സെയിം ലെങ്ത് വരുന്നത് 2ഉം 6ഉമാണ്. എത്രയാണുള്ളത്? 4. സെയിം നമ്പർ വരുന്നത് 2ഉം 6ഉമാണ്. എത്രയാണ്? 4. അപ്പോൾ ലെങ്ത് കൂടുതലുള്ളതിന് റെഡ് കൊടുക്കാം, ലെങ്ത് കുറവുള്ളതിന് ബ്ലൂ കൊടുക്കാം, സെയിം ലെങ്ത് ഉള്ളതിന് ഗ്രീൻ കൊടുക്കാം. ലോങ്ങസ്റ്റ് 8, സ്മോളസ്റ്റ് 2, സെയിം ലെങ്ത് 4. കൗണ്ട് ദ ബ്ലോക്സ് ആൻഡ് ഫൈൻഡ് ദ ഹൈറ്റ്. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ഈച്ച് പ്ലാന്റ് ബൈ കളറിംഗ് ദ ബ്ലോക്സ്. ബ്ലോക്സ് കൗണ്ട് ചെയ്ത് അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. ബ്ലോക്സ് കളർ ചെയ്തുകൊണ്ട് ഓരോ പ്ലാന്റിൻ്റെയും ഹൈറ്റ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് പിക്ചറിൽ കാണുന്ന പ്ലാന്റിൻ്റെ ഹൈറ്റ് 5 ബ്ലോക്സ് ആണ്. സെക്കൻഡ് പിക്ചറിൽ കാണുന്ന പ്ലാന്റിൻ്റെ ഹൈറ്റ് 7 ബ്ലോക്സ് ആണ്. തേർഡ് പിക്ചറിൽ കാണുന്ന പ്ലാന്റിൻ്റെ ഹൈറ്റും 5 ബ്ലോക്സ് ആണ്. ഫോർത്ത് പിക്ചറിൽ കാണുന്ന പ്ലാന്റിൻ്റെ ഹൈറ്റ് 6 ബ്ലോക്സ് ആണ്. ഫിഫ്ത്ത് പിക്ചറിൽ കാണുന്ന പ്ലാന്റിൻ്റെ ഹൈറ്റ് 8 ബ്ലോക്സ് ആണ്. സിക്സ്ത് പിക്ചറിൽ കാണുന്ന പ്ലാന്റിൻ്റെ ഹൈറ്റ് 3 ബ്ലോക്സ് ആണ്. വിച്ച് ഈസ് ദ ഷോർട്ടസ്റ്റ് പ്ലാന്റ്? ഇതിൽ ഏതാണ് ചെറിയ പ്ലാന്റ്? പിക്ചർ 6ൽ കാണുന്ന പ്ലാന്റ് ആണല്ലേ ചെറിയ പ്ലാന്റ്. വാട്ട് ഈസ് ദ ഹൈറ്റ്? എത്രയാണ് അതിൻ്റെ ഹൈറ്റ്? 3 ബ്ലോക്സ്. 3 ബ്ലോക്സ് ആണ് അതിൻ്റെ ഹൈറ്റ്. ബൈ ഹൗ മെനി ബ്ലോക്സ് ദ ടോളസ്റ്റ് പ്ലാന്റ് ഈസ് ടോളർ ദാൻ ദ ഷോർട്ടസ്റ്റ് വൺ? ഈ ചെടിയേക്കാളും എത്ര മടങ്ങ് ടോളസ്റ്റ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്ന വലിയ പ്ലാന്റ്? പിക്ചർ 5 ആണ് വലിയ പ്ലാന്റ്. അതിൽ 8 ബ്ലോക്സ് ആണുള്ളത്. അപ്പോൾ 8 മൈനസ് 3 ഈസ് ഈക്വൽ ടു 5. 5 ബ്ലോക്സ് ചെറുതാണല്ലേ. വിച്ച് ഈസ് മോർ? പുട്ട് ടിക്ക് മാർക്ക്. എത്രയാണ് കൂടുതൽ? ഇതിൽ കാണുന്ന 4th ട്യൂബിലാണല്ലേ കൂടുതലുള്ളത്. അപ്പോൾ 4th ട്യൂബിനാണ് ടിക്ക് ഇടേണ്ടത്. ലോങ്ങസ്റ്റ് ലൈൻ, നീളമുള്ള വര. വിച്ച് ഈസ് ദ ലോങ്ങസ്റ്റ് ലൈൻ? ഇതിലേതാണ് നീളമുള്ള വര? പുട്ട് ടിക്ക് ഫോർ ദ ലോങ്ങസ്റ്റ് ആൻഡ് റോങ് ഫോർ ദ ഷോർട്ടസ്റ്റ്. നീളമുള്ളതിന് ടിക്കും ചെറുതിന് റോങ്ങും ഇടാം. ഓരോ ലൈനിൻ്റെയും വലുപ്പത്തിൽ ഈർക്കിൽ മുറിച്ചെടുക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ലോങ്ങസ്റ്റും ഏറ്റവും ഷോർട്ടസ്റ്റും കിട്ടും. ഐ ആം ദ ബെസ്റ്റ്. ഞാനാണ് ബെസ്റ്റ്. വിച്ച് വെസൽ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ? ഇതിൽ ഏതു പാത്രത്തിലാണ് കൂടുതൽ വെള്ളം കൊള്ളുന്നത്? പുട്ട് ടിക്ക് മാർക്ക്. ഇതിൽ ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത് ബക്കറ്റിലാണ്. വിച്ച് വൺ ഈസ് ഹെവിയർ? കളർ ഇറ്റ്. ഏതാണ് ഭാരം കൂടിയത്? അതിന് കളർ ചെയ്യുക. ആദ്യത്തെ പിക്ചറിൽ ഒരു എലിഫൻറ്റും ഒരു റാറ്റും കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ഹെവിയസ്റ്റ്? എലിഫൻറ്റ് അല്ലേ. സെക്കൻഡ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ബാറ്റും ഒരു കൈറ്റുമാണ്. ഇതിൽ ഹെവിയസ്റ്റ് ബാറ്റാണ്. തേർഡ് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് ഒരു ജാക്ക് ഫ്രൂട്ടും ഒരു സ്ട്രോബെറിയുമാണ്. ഇതിൽ ഹെവിയസ്റ്റ് ജാക്ക് ഫ്രൂട്ടാണ്. ഫോർത്ത് പിക്ചറിൽ കൊടുത്തിരിക്കുന്നത് നോക്കൂ, ഒരു ചെയറും പെന്നുമാണ്. ഇതിൽ ഹെവിയസ്റ്റ് ചെയർ ആണല്ലേ. വെയ്റ്റ് ഓഫ് 1. ഒരെണ്ണത്തിൻ്റെ വെയ്റ്റ്. ഇഫ് 1 ഫ്രം ഈച്ച് പെൻ ഈസ് ടേക്കൺ, വിച്ച് ഈസ് ഹെവിയർ? മാർക്ക് ഇറ്റ് വിത്ത് ടിക്ക്. ഓരോ പാനിൽ നിന്ന് ഓരോന്നെടുത്താൽ ഏതിനായിരിക്കും ഭാരം കൂടുതൽ? എങ്ങനെ കണ്ടുപിടിക്കാം? ഒരൈറ്റത്തിൻ്റെ നമ്പർ കൂടുതലാണെങ്കിൽ അതിൻ്റെ വെയ്റ്റ് കുറവായതുകൊണ്ടാവും. ആദ്യം കൊടുത്തിരിക്കുന്നത് പംകിനും ആപ്പിൾസുമാണ്. ഒരു പംകിന് സെയിം ആയിട്ട് 5 ആപ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ ഒരു പംകിനും ഒരു ആപ്പിളും എടുത്താൽ ഏതായിരിക്കും കൂടുതൽ വെയിറ്റ്? അതെ, പംകിനാണ്. അടുത്തത് കൊടുത്തിരിക്കുന്നത് ബനാനയും മാംഗോയുമാണ്. അപ്പോൾ ഏതിനാണ് വെയിറ്റ് കൂടുതലുണ്ടാവുക? മാംഗോക്കാണ്. കാരണം 2 മാംഗോയ്ക്ക് പകരമായാണ് 4 ബനാന വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ബ്രിഞ്ചാളും ലൈമുമാണ്. 2 ബ്രിഞ്ചാളിന് പകരമായി 4 ലൈമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് കൂടുതൽ ബ്രിഞ്ചാളിനാണ്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് ക്യാപ്സിക്കംസും കുക്കുംബറുമാണ്. ഒരു കുക്കുംബറിന് പകരമായി 2 ക്യാപ്സിക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതിനാണ് വെയിറ്റ് കൂടുതൽ ഉണ്ടാവുക? അതെ, കുക്കുംബർ. ഓക്കെ ഡിയേഴ്സ്, സ്റ്റഡി വെൽ. സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.